ലോകകപ്പ് ഫൈനൽ മത്സരം കണക്കിലെടുത്ത് നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുലർച്ചെ നടക്കുന്ന മത്സരം കണ്ട ശേഷം കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നതിനാലാണ് അവധി ആവശ്യമുയരുന്നത്. എറണാകുളത്തെ വിവിധ സ്കൂളുകൾ നിലവിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവധി നൽകി പകരം ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പരപ്പിൽ മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അവധി ആവശ്യപ്പെട്ട് നിരവധി പേർ വിളിക്കുന്നുണ്ടെന്നും തീരുമാനമെടുത്തിട്ടില്ല എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചത്. എന്നെയും കുറേ കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളത് തീരുമാനമെടുത്തില്ല. നമ്മളിങ്ങനെ അധ്യയന ദിവസങ്ങളെ കുറയുമ്പോൾ അതൊരു പ്രയാസമാണ്. പിന്നെ അതിന് പകരം ഡേ കോമ്പൻസേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ഞങ്ങൾ ഏതായാലും ഇല്ല, അതൊരു ഇപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനം പറയാൻ കഴിയില്ല. മുബഷീർ പി അക്ബറും ഷഹദ് റഹ്മാനും വിവരങ്ങളുമായി. മുബഷീർ, വലിയ ആവശ്യമായി ഇത് പലയിടത്തുനിന്നായി ഉയരുകയാണ്. നാളെ ഒരു അവധി കൊടുക്കണമെന്നുള്ളത്. എറണാകുളത്ത് വിവിധ സ്കൂളുകൾ അവധി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെ ഒരു അഭിപ്രായം പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുബഷീർ, കുട്ടികൾക്കൊപ്പമാണോ ഉള്ളത്? ഇന്ന് എന്തായാലും കളി കാണുന്ന കുട്ടികളാണോ? കളി കഴിഞ്ഞ് നാളെ രാവിലെ എങ്ങനെ സ്കൂളിൽ പോകും? അവരോട് ചോദിക്കാം. സ്മൃതി, ഇന്നത്തെ കളി മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന ലോകകപ്പ് മത്സരങ്ങൾ ഉറക്കം കളഞ്ഞു കണ്ട മക്കളാണ്. അവരെ സംബന്ധിച്ച് ഇന്നത്തെ ഫൈനൽ മത്സരമാണ്. 12:30 മത്സരം ആരംഭിച്ച ഏകദേശം 2 മണിയൊക്കെ തന്നെ കഴിയും മത്സരം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ള ഒരു പ്രയാസമുണ്ട്. ആ മക്കൾ അതാ പറയുന്നത്. എൻ്റെ കുറേ ചങ്ങായിമാരാണ്. രംഗക്ക് എന്തിനാ ലീവ് വേണമെന്ന് പറയുന്നത് നാളെ? ഫൈനൽ കളി 4 വർഷത്തിൽ ഒരട്ട കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫൈനൽ കാണാൻ കിട്ടും, കുറച്ച് ദിവസം കിട്ടുള്ളൂ. അപ്പൊ ഈ ഫൈനൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കളിയുണ്ട് ഈ 12:30 തന്നെയല്ലേ? അങ്ങോട്ട് 1:30 ആയപ്പോത്തിന് കളി ഇരുന്നില്ലേ? അപ്പൊ ഈ ഫൈനലിന് പ്രത്യേക ലീവ് ആണെന്ന് പറയാൻ കാരണം എന്താ? അത് ഞങ്ങൾ 365 ദിവസം സ്കൂളിൽ പോകുന്നുണ്ട്. അതിൽ ഒരു ദിവസം സ്കൂൾ തരണം. ഞങ്ങൾ 1 മാസം ഒന്നും പറഞ്ഞിട്ടില്ല, 1 ദിവസം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1 ദിവസം ഞങ്ങൾ എല്ലാ കളിയും കണ്ടുപോകണം. ഈ കളിയും കൂടി കാണണം. 1 ദിവസം ലീവ് പറഞ്ഞിട്ടുള്ളൂ. അല്ല, കുറേ ദിവസം വേണം പറഞ്ഞിട്ടില്ല. നാളെ മാത്രം ഫൈനലിന് മാത്രം. എത്രയിലെ മോനെത്രയിലെ പഠിക്കുന്നത്? 5-ല്. 7-ല്. നിങ്ങൾക്ക് ഈ ലോകകപ്പിന്റെ ഫൈനൽ ദിവസം മാത്രം ലീവ് കിട്ടണമെന്നാണോ? എല്ലാ ദിവസവും ലീവ് കിട്ടണം നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനല്ല, 1 ദിവസം ലാസ്റ്റ് കളിയല്ലേ നാളെ. അപ്പൊ അന്ന് ലീവ് കിട്ടണം. രാവിലെ തന്നെ നീച്ചണ്ട, ഉറക്കം കിട്ടൂല. ഫാനാ ലാമിനമാല് സ്പെയിനിന്റെ ഫാനാ? അപ്പൊ സ്പെയിന് ജയിക്കും വിചാരിച്ചിട്ടാണോ ഒന്ന് കളി കാണാൻ പോണേ? അതന്നെ, ജയിച്ചു. ലീവ് നീണ്ടു പോകും കളി. അപ്പോൾ രാവിലെ നീച്ച് പോകണ്ടേ, അപ്പോൾ ഉറക്കം കിട്ടൂല. മടിയാണ്. പിന്നെ നീച്ച് പോകണമെങ്കിൽ ആദ്യം തന്നെ സ്കൂളിൽ പോകാൻ മടിയാ. സ്മൃതി, അത് കേൾക്കണം. ആദ്യം തന്നെ സ്കൂളിൽ പോകാൻ മടിയാ. ലോകകപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ കളികൾ നടക്കുന്നതുകൊണ്ട് സ്കൂളിൽ പോകാൻ മടിയാണ്. അതിനിടയിൽ ഫൈനൽ മത്സരം കൃത്യമായി കാണണമെങ്കിൽ പിറ്റേ ദിവസം അവധി വേണമെന്നാണ് പറയണത്. അല്ല, പകരം ശനിയാഴ്ച ക്ലാസ്. ഇമ്മ പറഞ്ഞു നാളെ സ്കൂളിൽ പോകണ്ട, ലാസ്റ്റ് ഡേ അല്ലേ, നാളെ സ്കൂളിൽ പോകണ്ട. ഇമ്മന്നെ പറഞ്ഞു പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. വീട്ടുകാരുടെ നിങ്ങൾക്ക് തന്നിട്ട് വരുന്ന ശനിയാഴ്ച ഒരു സ്കൂൾ തന്ന കുഴപ്പമില്ല, ക്ലാസ് തന്ന കുഴപ്പമില്ല സ്മൃതി. അതായത് നാളെ അവധി മാത്രം അവർക്ക് കിട്ടിയാൽ മതി. കാരണം നാളെ ഈ കളിയൊക്കെ കഴിഞ്ഞ് അത് ആഘോഷമൊക്കെ കഴിഞ്ഞ്, കാരണം ഇവിടെ കൂടുതൽ നിൽക്കുന്നത് സ്പെയിൻ ഫാൻസ് ആണ്. അർജന്റീന ഫാൻസ് ഇല്ല. അർജന്റീന ഫാൻസ് ആരും ഇല്ലേ? ഇല്ല, ഇവിടെ ബ്രസീൽ ഫാനൊക്കെ ഉണ്ട്. ഈ ബ്രസീൽ ഫാനാ. ബ്രസീൽ ആയത് തന്നെ പുറത്തായില്ല. ഇന്നത്തെ കാണിയോ? ഇത് സ്പെയിന്റെ കൂടെയാണ് അർജന്റീന ബ്രസീലിന്റെ ഫാൻസ് ഇട്ടാണ് സ്പെയിന്റെ പാണല്ലേ സ്മൃതി. ഇത് ഇവിടെ ഒരു കൊച്ചുമുടക്കനെ കാണാം. ഇവ യഥാർത്ഥത്തിൽ പോർച്ചുഗൽ ഫാനാണ്. പക്ഷെ അർജന്റീന തോക്കണം, സ്പെയിന് ജയിക്കണം പറഞ്ഞാൽ ലാമിൻ യമാലിന്റെ ജയിച്ചിട്ട് വന്നേക്കാൻ. എന്തുകൊണ്ടാണ് സ്പെയിൻ ജയിക്കണം പറയുന്നത്? ഈ ലെഫ്റ്റ് അർജന്റീനന്റെ ഒപ്പം നിൽക്കണ്ടേ, എല്ലാ കളിയിലും അർജന്റീനന്റെ ഒപ്പം നിൽക്കണ്ടേ. അപ്പൊ ആഗ്രഹം സ്പെയിൻ ജയിക്കണം. ഇവിടെ ഒരു UKG പഠിക്കുന്ന കുട്ടിയുണ്ട് സ്മൃതി. നിങ്ങളെ പേരെന്താ? ആവിശ്. നിങ്ങൾക്കും വേണോ അവധി? നിങ്ങൾക്ക് എന്തിനു ലീവ്? എന്തിനാ വേണ്ടത്? അതെ, പല്ലൊക്കെ തേക്കലുണ്ടോ? കളി 19കാരനായിട്ടുള്ള ലാമിനിയമ്മാലിന്റെ അതെ കളി തുടങ്ങും. ഈ എല്ലാ കളിയും കണ്ടിനോ? കഴിഞ്ഞ കളിയൊക്കെ കണ്ടിനോ? വെറുതെ പറയലേന്ന് അപ്പുറത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ ഏട്ടനാ? ഈ ബാക്കിയുള്ള കളി ഏതാ ടീം? പോർച്ചുഗലാരൊക്കെ ഇപ്പൊ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പോർച്ചുഗലേന്. അപ്പൊ നിങ്ങക്ക് ലീവ് ഇപ്പൊ തരാൻ പറ്റൂല എന്നാണ് നമ്മളെ മന്ത്രി പറയുന്നത്. മന്ത്രിനോട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? എല്ലാരും കൂടി ഒരുമിച്ച് പറയും. ഒരാൾ പറയും. 1 മാസം പറയണല്ലോ, ആകെ 1 ദിവസം പറയണല്ലോ.
അത് അടുത്ത ശനിയാഴ്ച എടുത്തോളി. അത് അടുത്ത ശനിയാഴ്ച എടുത്തോളി. അത് അപ്പൊ ചെങ്ങായി നിങ്ങൾ സ്പെയിൻ ഫാൻ ആയതുകൊണ്ട് സ്പെയിനാണ് തോറ്റ് കഴിഞ്ഞാൽ വിഷമത്തിൽ നാളെ മറ്റന്നാളൊക്കെ ലീവ് വേണം പറഞ്ഞാലോ ഇപ്പൊ തരാൻ പറ്റും? മൂടിയ മുട്ട അടിച്ചു തോറ്റാ. സ്പെയിന് തോറ്റാ മുട്ട അടിക്കുന്നു. മുട്ട അടിച്ചു. സ്മൃതി, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള വിദ്യാർത്ഥി നേതാവ് മുർഷിദ് ഉണ്ട്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അപേക്ഷ കൊടുത്തിരുന്നു വിദ്യാർത്ഥികൾക്ക് അവധി വേണമെന്ന് പറഞ്ഞിട്ടല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തൊട്ട് മുമ്പിൽ വിദ്യാർത്ഥികൾ നിൽക്കുന്നത്, ഇവരൊക്കെ ഓരോരുത്തരും നമ്മളോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു മറുപടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും സമയം ബാക്കിയുണ്ട്. സർക്കാർ തലങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ആലോചിക്കാം. കാരണം ഈ കൊച്ചുപിടിക്കരുടെയൊക്കെ തന്നെ അഭിപ്രായം, അവരെല്ലാവരും സംയുക്തമായിട്ട് പല പല ടീമുകളാണെങ്കിലും അവധിയുടെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. കുട്ടികളുടെ അപേക്ഷ വിദ്യാഭ്യാസ മന്ത്രി കേൾക്കണം എന്നുള്ള നിവേദനം നമ്മൾ കൂടി നൽകുകയാണ്.